പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എനിക്ക് കിട്ടിയ ഒരു വാട്സാപ്പിൽ കിട്ടിയ ഒരു ചെറിയ പോസ്റ്റ്, ഞാനതൊന്ന് വായിക്കാം. ആ വാട്സാപ്പിൽ കിട്ടിയിട്ടുള്ള ആ പോസ്റ്റിൻ്റെ തലവാചകം ഇങ്ങനെയാണ്: രാഹുൽ മാങ്കൂട്ടത്തിലോ അതാര്? ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിലും ചാനലിലെ ഒരു ചാനൽ പ്രവർത്തകരും തമ്മിലുള്ള ഒരു സംഭാഷണ രൂപേണയാണ് ആ പോസ്റ്റ് വന്നിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടൻ ചാനലിലേക്ക് വിളിക്കുകയാണ്. ഹലോ, ചാനലല്ലേ? ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ, ഓർമ്മയില്ലേ? സ്ത്രീപീഡന കേസിൽ ഒളിവിൽ പോയ ആൾ. ഞാനിപ്പോൾ ഇവിടെ ഒരു ഹോട്ടലിൽ ചായയും അവലോസുണ്ടയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ചു മുമ്പ് സൈക്കിൾ ചവിട്ടിയിരുന്നു, അതിനുമുമ്പ് സ്കൂട്ടറും ഓടിച്ചു. ബൈറ്റ് എടുക്കാൻ പോലും ഒരു ചാനലുകാരനെയും കണ്ടില്ല. പ്ലീസ് ഒരു ക്യാമറമാനെ പറഞ്ഞയക്കാമോ? രാഹുൽ മാങ്കൂട്ടൻ ചാനലുകാരോട് ചോദിക്കുകയാണ്. അങ്ങനെ ചാനലിൽ നിന്ന്, ഒന്ന് പോണം മിസ്റ്റർ. രാഹുൽ മാങ്കൂട്ടത്തിലോ? എന്ത് സ്ത്രീ പീഡനം? ഏത് പരാതിക്കാരി? നിങ്ങൾ ടി വി ഒന്നും കാണാറില്ലേ? അതിനേക്കാളൊക്കെ മുഴുത്തത് ഇവിടെ കിടക്കുന്നു. അന്നതൊക്കെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനും ചാനലിന് റീച്ച് കൂട്ടുന്നതിനും വേണ്ടിയുള്ള തന്ത്രമായിരുന്നെന്ന് ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എന്നിട്ട് ആ പോസ്റ്റിൽ അടിയിൽ പറഞ്ഞിരിക്കുകയാണ്: പ്രിയപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ, നിങ്ങളിപ്പോൾ ക്യാമറ ഫ്രെയിമിന് പുറത്താണ്. അകത്താകണമെങ്കിൽ പോറ്റിയെ കേറ്റിയെ എന്ന പാരഡി 4 വരി പാടി ചാനലുകളിലേക്ക് അയച്ചു കൊടുക്കുക. അതാണ് ഇപ്പോൾ ട്രെൻഡ്. സുഹൃത്തുക്കൾ, ഇതാണ് എനിക്ക് കിട്ടിയ വാട്സാപ്പിൽ കിട്ടിയ ഒരു പോസ്റ്റ്. ഇതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം ചാനലിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ചാനലുകാരൊന്നും രാഹുൽ മാങ്കൂട്ടത്തിനെ അറിയില്ല. കാരണം ചാനലിലിരിക്കുന്ന മാപ്രകളുടെ രാഹുൽ മാങ്കൂട്ടത്തിന് ഉപയോഗിക്കുന്ന കാലം കഴിഞ്ഞു. ചവച്ചു തുപ്പി. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ മറന്നു. പക്ഷെ നമുക്ക് ചില കാര്യങ്ങൾ മറക്കാൻ കഴിയില്ല സുഹൃത്തുക്കളെ. നമ്മൾ പഴയ കാര്യങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ്ട് 2-3 മാസങ്ങൾക്ക് മുമ്പ് പൊടുന്നനെ ഒരു ദിവസം വി.ഡി. സതീശനുമായി വളരെ അടുപ്പമുള്ള ഒരു വനിത, ഒരു സിനിമാ നടിയാണ് എന്നൊക്കെയാണെന്നാണ് പറയുന്നത്, റിനി ആൻ എന്നോ പറ്റ പേരുള്ള ഒരു വനിത വന്ന് ഈ രാഹുൽ മാങ്കൂട്ടം അവർക്കൊന്ന് മെസ്സേജ് അയച്ചെന്നോ എന്തോ പ്രശ്നമാക്കി എന്നൊക്കെ പറഞ്ഞിട്ടൊരു പത്രസമ്മേളനം നടക്കുന്നു. അതോടുകൂടി സംഗതി ചൂടാകുന്നു. അതിനെ തുടർന്ന് 1-2 സ്ത്രീകൾ അവരോട് ഇയാൾ മോശമായി പെരുമാറി എന്ന് കാണിക്കുന്ന തരത്തിലുള്ള ഓഡിയോ സന്ദേശങ്ങൾ വരുന്നു. അപ്പോൾ ഈ ചാനലിലെ ദൃശ്യമാധ്യമ രംഗത്തെ മാപ്രകൾ വലിയ അത്യാവേശപൂർവം അത് ഏറ്റെടുക്കുന്നു. അതായത് ഈ പിണറായി വിജയന് ഓശാന പാടുന്ന, പിണറായി വിജയൻ്റെ കാല് തിരുമുന്ന ദൃശ്യമാധ്യമങ്ങളിൽ കുറേ പേർ അത് എടുക്കുന്നു. വലിയ വിഷയമാകുന്നു. വലിയ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ പ്രചരണം നടക്കുന്നു. രാഹുൽ മാങ്കൂട്ടം എന്ന കോഴി എന്ന് പറഞ്ഞുകൊണ്ട് കോഴിയുടെ പടവും ഇതൊക്കെ വെച്ചിട്ട് വലിയ തോതിൽ ആക്രമണം നടക്കുന്നു. ഉടനെ തന്നെ വി.ഡി. സതീശനെ പോലുള്ളവർ രംഗത്ത് വരുന്നു. വലിയ ചർച്ചയാവുന്നു. ഉടനടി യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുന്നു. ഏതാനും മണിക്കൂറുകൾ അല്ലെങ്കിൽ 1-2 ദിവസം കഴിഞ്ഞപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിക്കുന്നു. അങ്ങനെ സസ്പെൻഡ് ചെയ്യുന്നു. ക്രൈംബ്രാഞ്ച് അന്വേഷണം ഉത്തരവിടുന്നു. പക്ഷേ അതങ്ങ് കെട്ടടങ്ങുന്നു. അത് കെട്ടടങ്ങുന്നതോടുകൂടി അന്നും ഈ മാപ്രകൾ ഈ വിഷയം വിട്ട് എവിടെയൊക്കെയോ അവർ പോയി. കാരണം അവരുടെ ഉപയോഗം കഴിഞ്ഞു. കാരണം രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ ഒന്ന് കൈകാര്യം ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ ഉദ്ദേശം. 2 കാരണങ്ങളുണ്ടായിരുന്നു. ഒന്ന്, പിണറായി വിജയൻ്റെ കാല് തിരുമുക, പിണറായി വിജയൻ ഓശാന പാടുക എന്നുള്ളതുണ്ടായിരുന്നു. 2, ഈ മാപ്രകൾക്ക് ഈ ഉരുളയ്ക്കുപ്പേരി പോലെ മറുപടി കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു രാഹുൽ മാങ്കൂട്ടം. അതുകൊണ്ട് അവനെ തീർക്കണം എന്നുണ്ടായിരുന്നു മാപ്രകൾക്ക്. അവർ തീർത്തു. അയാൾ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റപ്പെട്ടു. അയാൾ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടു. അപ്പോൾ മാപ്രകളുടെ ലക്ഷ്യം മാത്രമല്ല സാക്ഷാത്കരിച്ചത്, CPM-ൻ്റെ ലക്ഷ്യം മാത്രമല്ല സാക്ഷാത്കരിച്ചത്, വി.ഡി. സതീശൻ എന്ന് പറഞ്ഞ നേതാവിൻ്റെ ലക്ഷ്യവും സാക്ഷാത്കരിച്ചു. കാരണം വി.ഡി. സതീശൻ്റെ കൂടെ അയാളുടെ വിശ്വസ്ത വിനീതനായി നിന്ന രാഹുൽ മാങ്കൂട്ടം കെ.സി. വേണുഗോപാലിൻ്റെ ഗ്രൂപ്പിലേക്ക് ചാടിയപ്പോഴാണ് അവനെ ഒന്ന് കൈകാര്യം ചെയ്യാൻ വി.ഡി. സതീശൻ തീരുമാനിച്ചത്. അതും കൈകാര്യം ചെയ്തിട്ട് താൻ സ്ത്രീ വിഷയത്തിൽ വലിയ നിലപാടെടുക്കുന്ന ആളാണെന്നൊക്കെ പറഞ്ഞു തെളിഞ്ഞു. എന്തായാലും അവരുടെ എല്ലാവരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെട്ടു.
വി ഡി സതീശൻ്റെ താല്പര്യവും CPM-ൻ്റെ താല്പര്യവും മാപ്രകളുടെ താല്പര്യവും സംരക്ഷിക്കപ്പെട്ടു. അതോടുകൂടി അത് അനന്തവിഹായസിലേക്ക് ആ വിഷയം പോയി. പരാതിക്കാരി വന്നില്ല, ഒന്നും നടന്നില്ല. രാഹുൽ മാങ്കൂട്ട് എന്ന് പറഞ്ഞ ആ ചെറുപ്പക്കാരൻ, അയാൾ ഡിപ്രഷൻ്റെ വാക്കോളം എത്തി. അയാളുടെ വീട്ടിലേക്ക് പോയി. അവിടെ പോയി അയാൾ കുത്തിയിരുന്നു. പിന്നെ ആരും മൈൻഡ് ചെയ്തില്ല. അതിനെ തുടർന്ന് നമുക്കറിയാം ശബരിമല പെരുങ്കൊള്ള വിഷയമായി വന്നു. വലിയ തോതിൽ CPM പ്രതിരോധത്തിലായി. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഈ ശബരിമല കൊള്ള വലിയ വിഷയമാവുമെന്നുള്ള ഒരു ആശങ്കയുടെ പശ്ചാത്തലത്തിൽ വീണ്ടും രാഹുൽ മാങ്കൂട്ടം വിഷയം കേന്ദ്ര ബിന്ദുവായി വന്നു. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് കഴിഞ്ഞോടുകൂടി ഒരു വനിത വന്നു. ആ വനിത ഒരു ഓഡിയോ സന്ദേശം അവരുടേതായിട്ട് പുറത്തു വന്നു. അവരുടെ വാട്സാപ്പ് ചാറ്റുകൾ പുറത്തു വന്നു. അതോടെ മാപ്രകൾ വീണ്ടും സജീവമായി. കാരണം പിണറായി വിജയൻ്റെ കാല് തിരുമുന്ന മാപ്രകളാണ് അവർ വീണ്ടും സജീവമായി. അവരുടനെ തന്നെ പിണറായി വിജയനെ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും രക്ഷിക്കണമല്ലോ, അതിനു വേണ്ടിയിട്ട് അവർ വീണ്ടും ഇയാൾക്കെതിരെ രംഗത്തേക്ക് വന്നു. ആര്? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രംഗത്തേക്ക് വന്നു. അവർ വലിയ ആവേശം വീണ്ടും കാണിച്ചു തുടങ്ങി. ന്യൂസ് മലയാളത്തിലെ ഒരു വനിതയുണ്ടായിരുന്നു, അവരുടെ പേര് ലക്ഷ്മി പത്മ. അവർ ആണിതിൻ്റെ മുന്നിൽ നിന്ന് തെളിച്ചത്. പിന്നെ വേറെ വനിതകളൊക്കെ ഉണ്ടായിരുന്നു. മറ്റേ മാതൃഭൂമിയിൽ മാധു സജി, പിന്നെ ഒരു ആര്യ, അങ്ങനെയുള്ള ചില വനിതാ മാധ്യമ പ്രവർത്തകരൊക്കെ രംഗത്തുണ്ടായിരുന്നു. അവരൊക്കെ പേരുകളാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അവരൊക്കെ സജീവമായി രംഗത്തിറങ്ങി. അതിജീവിതയ്ക്കെതിരായിട്ടുള്ള പീഡനം, പിന്നെ നിർബന്ധിത ഗർഭഛിദ്രം, ബലാത്സംഗം എന്ന് വേണ്ട ഉപയോഗിക്കാൻ കഴിയാവുന്ന എല്ലാ വാക്കുകളും അവരെടുത്ത് ഉപയോഗിച്ചു. ഈ വനിത പതിവിൽ നിന്ന് വിരുദ്ധമായി രംഗത്ത് വന്നു എന്ന് മാത്രമല്ല, അവർ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു. മുഖ്യമന്ത്രി ഉടനെ തന്നെ അവരുമായിട്ട് മണിക്കൂറുകളോളം സംസാരിച്ചു. ഉടനെ തന്നെ ക്രൈംബ്രാഞ്ച് മേധാവി H. വെങ്കടേഷിനെ വിളിച്ചു. പരാതി അയാൾക്ക് കൈമാറി. അയാൾ ഉടനെ തന്നെ ആ പരാതി പോലീസിന് കൈമാറി. പോലീസ് ഉടനെ തന്നെ FIR ഇട്ടു. FIR ഇട്ട് ഉടനെ തന്നെ ഈ വനിതയുടെ മൊഴിയെടുത്തു. മൊഴി ഉടനെ തന്നെ മാധ്യമങ്ങളിലേക്ക് ലീക്ക് ചെയ്തു. മാധ്യമങ്ങൾ ആ മൊഴി അങ്ങനെ തന്നെ കൊടുത്തു. അങ്ങനെ ആയാലും മാപ്രകൾക്ക് വീണ്ടും ചിറക് മുളച്ചു. കാരണം വീണ്ടും അവർക്കൊരു വിഷയം കിട്ടി. രാഹുൽ മാങ്കൂട്ടത്തിനെ അടിക്കാനും CPM-നെ എങ്ങനെയും തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കാനും. അങ്ങനെ മാപ്രകൾ വീണ്ടും ആക്രാന്തത്തോടുകൂടി രംഗത്തിറങ്ങി. ഈ അവസരം ഉപയോഗിക്കാൻ കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കളും തീരുമാനിച്ചു. കാരണം ഇയാളെ എവിടെയെങ്കിലും ചവിട്ടി ഒതുക്കിയിടണമല്ലോ. കാരണം ഇയാൾ നാളെ എങ്ങാനും ഉയർന്നു വന്നാൽ ഇവർക്ക് എന്തെങ്കിലും ഭീഷണിയാകുമെന്ന് കരുതി അവർക്കെതിരെ രംഗത്ത് വന്നു. സതീശൻ രംഗത്ത് വന്നു. K. മുരളീധരൻ രംഗത്ത് വന്നു. പിന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ രംഗത്ത് വന്നു. അവരെല്ലാവരും രംഗത്ത് വന്നു. തെരഞ്ഞെടുപ്പിൽ നിന്ന് ഈ ശബരിമല വിഷയം മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നെങ്കിൽ അതൊന്നും അവർക്ക് പ്രശ്നമില്ലായിരുന്നു. അവർക്ക് CPM-ന് തെരഞ്ഞെടുപ്പിൽ ആധിപത്യം കിട്ടുമെന്നുള്ളത്. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ചവിട്ടി ഒതുക്കണം, അതിന് വേണ്ടിയിട്ട് അവർ രംഗത്ത് വന്നു. അങ്ങനെ വീണ്ടും അതിലേക്ക് വിഷയം പോയി. ന്യൂസ് മലയാളം എന്ന് പറഞ്ഞിട്ട് 2 CPM-ൻ്റെ കമ്മികൾ നടത്തുന്ന ഒരു ചാനലുണ്ട്. എന്താണ് അയാളുടെ പേര്? സനീഷ് ഇളയിടത്തും ഹർഷൻ പൂപ്പാറക്കാരനും. 2 കുടിമൂത്ത CPM-കാർ വന്നിട്ട് എന്തോ നിഷ്പക്ഷ മാധ്യമമാണെന്ന് പറയുന്ന അവർ. പിന്നെ മരംവെട്ടുകാരൻ്റെ ചാനലുണ്ടല്ലോ. മരംവെട്ടുകാരൻ്റെ ചാനൽ എന്ന് പറയുമ്പോൾ തന്നെ ഛർദ്ദിക്കാൻ വരും. അതിനകത്ത് ഒരുത്തനുണ്ട്, അവൻ്റെ പേര് ഞാൻ പറയില്ല, കാരണം അവന് പോക്സോ കേസിലെ പ്രതിയാണ്. അവനൊക്കെ നിന്ന് തുള്ളി ചാടുകയായിരുന്നു. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിനെ വീണ്ടും എടുത്ത് ആഘോഷിച്ച് അയാളുടെ മുൻകൂർ ജാമ്യം തിരുവനന്തപുരത്ത് ഒരു കോടതിയുടെ മുന്നിൽ വന്നു. ആ കോടതി അയാൾക്ക് ജാമ്യം നിഷേധിച്ചു. അപ്പോൾ വീണ്ടും ആഘോഷം കയറി. കാരണം തെരഞ്ഞെടുപ്പ് എങ്ങനെയും ജയിക്കണമല്ലോ. പിണറായി വിജയൻ്റെ കാല് തിരുമുന്ന മാപ്രകൾക്ക് പിന്നീടും ആവേശം വന്നു. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നിഷേധിച്ച വിധിന്യായത്തിൽ പോലും അയാൾ ബലാത്സംഗം ചെയ്തില്ല എന്ന് കോടതി കണ്ടെത്തി. ബലാത്സംഗം ചെയ്തിട്ടില്ല എന്ന് കോടതി കണ്ടെത്തി. അന്നുണ്ടായ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്താ? മാപ്രകൾ ഇപ്പോൾ അതൊക്കെ മറന്നു കാണും. ദൃശ്യമാധ്യമങ്ങളിലെ അവതാരികമാർ ലക്ഷ്മി പത്മയുമൊക്കെ ഇപ്പോൾ അതങ്ങ് മറന്നു കാണും. പക്ഷെ നമുക്ക് മറക്കാൻ പറ്റുമോ? മുൻകൂർ ജാമ്യം ചർച്ച ചെയ്യുന്നതിന് തലേ ദിവസം വീണ്ടും ഒരു പരാതി വരുന്നു. ആ പരാതി വരുന്നത് പോലീസിലേക്കല്ല, ആ പരാതി വരുന്നത് KPCC പ്രസിഡന്റ്. KPCC പ്രസിഡന്റ് അത് കിട്ടിയ പാതി കിട്ടാത്ത പാതി അത് DGPക്ക് വിടുന്നു. അതിന് ഊരുണ്ടോ പേരുണ്ടോ എവിടെ നിന്നാണോ വന്നതോ ബ്ലൂ ബട്ടർഫ്ലൈസ് എന്ന് പറഞ്ഞിട്ട് ഇമെയിലിൽ നിന്നാണ് വന്നത്. അത് വന്ന പാടെ തന്നെ അതാണ് കോൺഗ്രസ് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഈ മുൻകൂർ ജാമ്യത്തിന് തലേ ദിവസം വരുന്നു. എന്തായാലും
ജാമ്യം നിഷേധിക്കുന്നു, ആഘോഷം പൊടിപൊടിക്കുന്നു. പക്ഷേ ബലാത്സംഗം നടന്നില്ല എന്നുള്ളത് വന്നു. എങ്കിലും നിർബന്ധിത ഗർഭഛിദ്രം നടന്നു എന്നുള്ള സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജാമ്യം നിഷേധിക്കുന്നു. അതിനെ തുടർന്ന് ആഘോഷം പൊടി പാറുന്നു. അതിനെ തുടർന്ന് രണ്ടാമത്തെ വിഷയത്തിൽ പിന്നെ മുൻകൂർ ജാമ്യാപേക്ഷ ഇതുപോലെ തന്നെ തിരുവനന്തപുരം സെഷൻസ് കോടതിയുടെ മുന്നിൽ വരുന്നു. അവരത് പരിശോധിച്ച് നോക്കിയിട്ട് അവർ പറഞ്ഞത് ശുദ്ധ അസംബന്ധമാണ്, ഇതിന് ഊരുമില്ല, പേരുമില്ല, ഒന്നുമില്ല, ഇതിനകത്ത് ഒന്നും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഒരാരോപണവും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ഇത് KPCC പ്രസിഡന്റ് കൊടുത്ത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. ഇത് 2023 നടന്നത് ഇത്രയും താമസിച്ചത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. ഈ സ്ത്രീയുടെ ദേശമാസകലം പരിക്ക് പറ്റിയെന്നാണ് പറയുന്നത്. എന്നിട്ട് ഈ സ്ത്രീ എന്തുകൊണ്ട് പരാതി കൊടുത്തില്ല എന്ന് മനസ്സിലാവുന്നില്ല. ഈ സ്ത്രീ കത്തിലെഴുതിയ കാര്യമല്ല പോലീസിന് മൊഴി കൊടുത്തതിലുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിന് കൊടുത്ത മൊഴിയും കത്തിൽ വന്ന് നോക്കത്തുള്ള പൊരുത്തക്കേടുകൾക്ക് ചൂണ്ടിക്കാണിച്ച് തിരുവനന്തപുരത്തെ ന്യായാധിപരുടെ നസീറ അവർ മുൻകൂർ ജാമ്യം കൊടുത്തു രാഹുൽ മാങ്കൂട്ടത്തിന്. അതോടുകൂടി മാപ്രകൾക്കെല്ലാം വലിയ വിഷമമായി. മാപ്രകളെല്ലാം വല്ലാതെ ദുഃഖിച്ചു, മാപ്രകൾ കണ്ണീർ പൊഴിച്ചു. അതിനെ തുടർന്ന് നേരെ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിലേക്ക് ഓടി. കാരണം തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയായിരുന്നു. ഹൈക്കോടതിയിലേക്ക് ഓടി. ഹൈക്കോടതി ഇത് കണ്ട ഉടനെ തന്നെ ഹൈക്കോടതി പറഞ്ഞു നോട്ട് ടു അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. അതിനിടയിലെല്ലാം രാഹുൽ മാങ്കൂട്ടം ഒളിവിലായിരുന്നു, ഓർത്തോണം. ഒളിവിലായി ഇരിക്കുന്നതിന് അയാളെ ഇങ്ങനെ ഫലിച്ചുകൊണ്ടിരുന്നു, അയാളെ അതിഭീകരമായി വിമർശിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ചെന്നു. രണ്ടാമത്തെ കേസിൽ മുൻകൂർ ജാമ്യം കിട്ടിയപ്പോഴത്തേക്കും അതിനെതിരെ തൊട്ട് പിറ്റേ ദിവസം തന്നെ ഹൈക്കോടതിയിൽ ചെന്നു. ഹൈക്കോടതി അതും പരിഗണിച്ചില്ല. അവസാനം ഹൈക്കോടതി പറഞ്ഞു ഇതിലൊന്നും അയാളെ അറസ്റ്റ് ചെയ്യേണ്ട, ക്രിസ്മസ് കഴിഞ്ഞിട്ട് പിന്നെ കേസ് പരിഗണിക്കാം, അതുവരെ അറസ്റ്റ് ചെയ്യേണ്ടെന്ന് പറഞ്ഞു. ഫലത്തിൽ എന്ത് സംഭവിച്ചു? ഫലത്തിൽ രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെതിരെ പിണറായി വിജയനും അയാളുടെ കാലി തിരുമുന്ന കുറേ കള്ള മാപ്രകളും കൂടി കോൺഗ്രസിലെ ഒരു വിഭാഗം കൂടി എടുത്തുകൊണ്ടുവന്ന ഈ വിഷയം മഞ്ഞുരുകുന്ന പോലെ ഉരുകി അങ്ങ് തീർന്നു. അയാൾ തിരിച്ചു വന്നു. അയാൾ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തു. അയാളോട് ചോദ്യം ചോദിച്ചപ്പോഴെല്ലാം അയാൾ ചായ കുടിച്ചുകൊണ്ടിരുന്നു, അയാൾ സുഖിയൻ കഴിച്ചുകൊണ്ടിരുന്നു, ചിരിച്ചുകൊണ്ടിരുന്നു. അയാൾ ഒരു മറുപടിയും അയാൾ പറഞ്ഞില്ല. ഇപ്പം എന്താ സ്ഥിതി? ഇപ്പം അയാൾ ആരാണ് എന്നാണ് മാപ്രകൾ ചോദിക്കുന്നത്. ആരാണ് ഈ രാഹുൽ മാങ്കൂട്ടം? ഞങ്ങൾക്കറിയില്ല അയാളെ എന്ന് പറഞ്ഞ് മാപ്രകൾ ഇപ്പോൾ വേറെ വിഷയത്തിലേക്ക് അവർ പോയി. അവർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, അവരിപ്പോൾ ശബരിമല കൊള്ളാതെ ഇത് മറ്റേത് മറിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് പല വിഷയങ്ങളിലേക്ക് അവർ പോയി. രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ ആ ചെറുപ്പക്കാരനെ എടുത്തിട്ട് ചതച്ചു ഒരു മാസക്കാലം. ഉളുപ്പുണ്ടോ ഈ മാപ്രകൾക്ക്? ഒരു മാസമല്ല, ഒരു ഒന്നൊന്നര മാസക്കാലം എടുത്തിട്ട് ചതച്ചു. ഞാൻ ചോദിക്കുന്നത് ഉളുപ്പുണ്ടോ ഈ മാപ്രകൾക്ക്? കുറേ മീശ മുളയ്ക്കാത്ത പിള്ളേരും കുറേ തലയ്ക്ക് വെളിവില്ലാത്ത കുറേ പെൺകുട്ടികളും. എന്തൊരാവേശമായിരുന്നു അവർക്ക്! രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാടിത്തുള്ളുകയായിരുന്നു കുറേ. പിന്നൊക്കെ വല്ല വിവരവും ഉണ്ടോ ഇതിൻ്റെയൊക്കെ തലയ്ക്കകത്ത്? പിണറായി വിജയനെ എങ്ങനെയെങ്കിലും രണ്ടാമതൊന്നുകൂടെ കൊണ്ടുവരണമായിരുന്നു. അതിനുവേണ്ടി ചാടുകയായിരുന്നു ഈ ആണുങ്ങളും പെണ്ണുങ്ങളും, ഈ ദൃശ്യമാധ്യമങ്ങളിലുള്ള പിന്നെ എന്താണ് ലക്ഷ്മി പത്മ എന്ന് പറഞ്ഞൊരു അവതാരിക. അവർ പറഞ്ഞു ഞാൻ മാത്രമല്ല മുഖ്യമന്ത്രിയും കണ്ടുപോലും. എന്തൊരു വലിയ മുഖ്യമന്ത്രി! മുഖ്യമന്ത്രിയെ കുറിച്ചിട്ട് ലക്ഷ്മി പത്മത്തൊക്കെ എന്തറിയാം? അറിഞ്ഞിട്ടും അനങ്ങാതിരിക്കുന്നതായിരിക്കും, മിണ്ടായിരിക്കുന്നതായിരിക്കും. ഈ മുഖ്യമന്ത്രിയുടെ അപ്പുറത്തെ മുറിയിലിരിക്കുന്നവനൊരു സ്ത്രീലംബടനും സ്ത്രീപീഡനമാണെന്ന് ഈ ലക്ഷ്മി പത്മയ്ക്ക് അറിയാഞ്ഞിട്ടാണോ? പക്ഷേ ലക്ഷ്മി പത്മയ്ക്ക് എങ്ങനെയും പിണറായി വിജയനെ ഒന്ന് വെളുപ്പിച്ചെടുക്കണം, കഴുകി വൃത്തിയാക്കി എടുക്കണം. അതിനുവേണ്ടി പറയുകയാണ് ഞാൻ മാത്രമല്ല മുഖ്യമന്ത്രിയും കണ്ടു. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ദൈവതുല്യനായ മുഖ്യമന്ത്രി. നാണം കെട്ടു പോകുന്നു ലക്ഷ്മി പത്മയെ. അതുപോലെ വേറെ എത്രയോ അവതാരികളും അവതാരികമാരും അവരെല്ലാവരും കൂടി ചേർന്ന് ഒരു ചെറുപ്പക്കാരനെ ഏതാണ്ട് തീർത്തിട്ട് അവരവരുടെ വഴിക്ക് പോയി. അവർ വേറെ വിഷയങ്ങളിലേക്ക് പോയി. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ മാപ്രകളൊന്നും പറഞ്ഞെടുത്ത് ജനങ്ങൾ നിൽക്കുന്നില്ല എന്നുള്ളത് ഈ മാപ്രകളായിട്ടുള്ള ഈ പിള്ളേരും ഈ പെൺകുട്ടികളും ഈ വലിയ അവതാരികമാരെന്നൊക്കെ പറഞ്ഞ് ഞെളിയുന്ന ഈ വനിതകളും മനസ്സിലാക്കുക. നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, ഈ രാഹുൽ മാങ്കൂട്ടം വിഷയം UDFന് അനുകൂലമായിട്ടാണ് തെരഞ്ഞെടുപ്പിൽ വന്നത്. ജനങ്ങൾ വിശ്വസിച്ചിട്ടില്ല ഇതൊന്നും. ജനങ്ങൾക്കിപ്പോൾ സാമൂഹ്യ മാധ്യമം കൂടി വന്നതുകൂടി അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് മാപ്രകൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക,
നിങ്ങൾ ഈ വ്യൂവർഷിപ്പിന് വേണ്ടി കളിക്കുന്ന ഈ നാണം കെട്ട വൃത്തികെട്ട ഹീനമായിട്ടുള്ള കളികൾ ജനങ്ങൾ വിശ്വസിക്കും എന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾ വൈകിട്ട് അന്തിച്ചർച്ചകളിൽ വന്ന് കടന്ന് ഒച്ച വെച്ച് അലറി തൊണ്ട കീറിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ തൊണ്ട കീറിപ്പോകുന്നുള്ളതല്ലാതെ ജനങ്ങൾ ഈ പറഞ്ഞ പോലെ കീറച്ചാക്കിൻ്റെ വില പോലും നിങ്ങൾ ഈ കാണിക്കുന്ന ഈ കോപ്രായങ്ങൾക്കും ഈ വൃത്തികേടുകൾക്കും ജനങ്ങൾ കൊടുക്കില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് നിങ്ങളുടെ ഈ വൃത്തികെട്ട ഹീനമായ നീചമായ നികൃഷ്ടമായിട്ടുള്ള പ്രചരണത്തിൽ വീഴാതെ അവർ യഥാർത്ഥ വിഷയങ്ങളിൽ അവർ വോട്ട് ചെയ്ത് ഈ പിണറായി വിജയൻ ഒരു മൂലയ്ക്കിരുത്തിയത് എന്ന് കാണാൻ ഈ മാപ്രകൾക്ക് കഴിയണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ അവസാനമായി പറയാം, രാഹുൽ മാങ്കൂട്ട് ഒരു തെറ്റും ചെയ്യാത്ത ഒരു വെള്ളരിപ്രാവാണ്, മാലാഖയാണ് എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അയാളുടെ ഭാഗത്ത് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ആ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോഴും ഒരു മനുഷ്യനെയും ഇതുപോലെ ചവിട്ടി അരയ്ക്കുകയും ചവച്ച് തുപ്പുകയും ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യാനാണെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട എത്രയോ പേര് നമ്മുടെ സമൂഹത്തിൽ വേറെ ഉണ്ട്. കെ.ബി. ഗണേഷ് കുമാർ ആരാണ്? മുകേഷ് ആരാണ്? വേടൻ ആരാണ്? സിദ്ദിഖ് ആരാണ്? ഇനി പാർട്ടിക്കകത്തുള്ള ഗോപി കോട്ടമുറിക്കൽ ആരാണ്? പി.കെ. ശശി ആരാണ്? പി. ശശി ആരാണ്? ഇവരെ ഒന്നും കാണാതെ ആ രാഹുൽ മാങ്കൂട്ട് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ ചവിട്ടി അരച്ചതുകൊണ്ട് നിങ്ങളുടെ വിശ്വാസ്യതയാണ് നഷ്ടപ്പെട്ടത്, നിങ്ങളുടെ ക്രെഡിബിലിറ്റിയാണ് പോയത്, നിങ്ങളുടെ ചാനലുകളുടെ വ്യൂവർഷിപ്പ് കുറയുകയാണ് ചെയ്തത് എന്ന് ഒരു ചുക്കും ചുണ്ണാമ്പും അറിയാത്ത കുറേ അവതാരകന്മാരും ഉള്ള നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം എന്നാണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നിങ്ങൾ ഇതുപോലുള്ള വൃത്തികേടുകൾ കാണിക്കുന്നതിലൂടെ നിങ്ങളുടെ കുഴിവെട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം.